ഹായ് ഫാമിലി, നമുക്കിന്ന് ഓട്സിൻ്റെ ഒരു പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സ് ഇട്ട് അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതൊന്ന് മിക്സി കൊണ്ടുവന്ന് പൊടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ട് ലേശം ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം കൈക്ക് വെള്ളം തളിച്ചെടുത്താൽ മതി. കൈ വെള്ളം തളിച്ചെടുത്ത് അത് നനയ്ക്കുന്നതാണ്. അല്ലാതെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒഴിക്കണ്ട. കൈ കൊണ്ട് വെള്ളം ഇതുപോലെ തളിച്ച് വേഗം അത് നനയും. നനഞ്ഞതിന് ശേഷം അത് നമ്മളൊന്ന് തട്ടിപ്പൊത്തി ഒരു 5 മിനിറ്റോളം വെച്ചാൽ മതി. അല്ലാതെ 15 മിനിറ്റോ 20 മിനിറ്റോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. നമ്മൾ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അത് നല്ലപോലെ കുതിർന്നിരിക്കും. പിന്നെ മിക്സിയുടെ ജാറിനകത്തൊന്നും ഇടേണ്ടി വരത്തില്ല. നമ്മൾ നേരെ അത് വാരി വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുക. കുറ്റിക്കകത്താണെങ്കിൽ കുറ്റിയിടത്ത് ഞാൻ അത് ചിരട്ടപ്പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അച്ചെടുത്ത് ഞാനത് തേങ്ങ ആദ്യം ഇട്ട് ഓട്സ് വാരി വെച്ച് വേഗം ആവിയും കയറും. നമ്മൾ സാധാരണ എപ്പോഴും കുറുക്കാക്കിയൊക്കെ അല്ല കഴിക്കുന്നത്, കഞ്ഞിയാക്കിയൊക്കെ ഓട്സ് കഴിക്കുക. ഇതൊരു മാറ്റമാണ്, നല്ലതാണ് ഇത് പുട്ടുണ്ടാക്കിയ. എനിക്കിതിൻ്റെ ടേസ്റ്റ് തോന്നുന്നത് പണ്ടൊക്കെ കപ്പപ്പുട്ട് കഴിക്കുമായിരുന്നല്ലോ, ആ കപ്പപ്പുട്ടിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അല്ലാതെ ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, നനച്ചതിന് ശേഷം വീണ്ടും മിക്സിയിലിട്ട് അടിച്ച്, അതിൻ്റെ ആവശ്യമേ ഇല്ല. നന്നായിട്ട് നല്ല പുട്ടായിട്ട് കിട്ടും. അത് ഞാൻ ഉണ്ടാക്കിയത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ പഴമൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ഓട്സിൻ്റെ ഗുണം